റസിയ തന്റെ പുത്രന്മാരുടെ കഴിവുകേട് മനസ്സിലാക്കിയ ഇൽത്തുമിഷ് തന്റെ പുത്രി റസിയയെ അനന്തരാവകാശിയായി നിശ്ചയിച്ചു. പക്ഷേ ഡൽഹി പ്രഭുക്കളും പ്രധാനികളും ഈ തീരുമാനത്തെ എതിർക്കുകയും സുൽത്താന്റെ പുത്രൻ റുക്നുദ്ദീൻ ഫിറോസിന് സിംഹാസനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. റുക്നുദ്ദീന്റെ യോഗ്യതകൾ കൊണ്ടായിരുന്നില്ല ഇത് ചെയ്തത്. ഒരു സ്ത്രീയുടെ വിധേയത്വം സ്വീകരിക്കാൻ പ്രധാനികൾ മടിച്ചതുകൊണ്ടായിരുന്നു. അസന്മാർഗിക പ്രവർത്തനങ്ങളിലും വിലകുറഞ്ഞ വിവാദങ്ങളിലും മുഴുകി തന്റെ അധികാരം റുക്നുദ്ദീൻ ദുർവിനിയോഗം ചെയ്തു. ഒരു തുർക്കി അടിമയായ റുക്നുദ്ദീന്റെ അമ്മ മകന്റെ ദൗർബല്യം ചൂഷണം ചെയ്ത് അധികാരം കൈയാളാൻ തുടങ്ങി. ജനങ്ങൾ സഹിക്കേറ്റപ്പോൾ പ്രധാനികൾ റുക്നുദ്ദീനെ സിംഹാസനത്തിൽ നിന്നും ഇറക്കി റസിയ അധികാരം ഏറ്റെടുത്തു. ധീരയും സൽഗുണ സമ്പന്നയുമായ റസിയ ഔദാര്യനിധിയും ബുദ്ധിമതിയുമായിരുന്നു. റസിയ സുൽത്താൻ പദവി ഏറ്റെടുത്തതോടെ ഭരണരീതി ഒരു പുതിയ മാറ്റം ഉൾക്കൊണ്ടു. ഒരു പുരുഷന്റെ തന്റെ ഇടത്തോടെ അവർ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. ഇത് യാഥാസ്ഥിക പ്രഭുക്കന്മാരെ പ്രകോപിപ്പിച്ചു. ചില ഗവർണർമാരും പ്രഭുക്കളും സുൽത്താൻ റസിയക്കെതിരെ സംഘടിക്കുവാൻ വട്ടം കൂട്ടി. എന്നാൽ നയതന്ത്രജ്ഞനായ റസിയ എതിരാളികളെ ഭിന്നിപ്പിച്ച് പരാജയപ്പെടുത്തി. യാക്കൂത്ത് എന്ന അബ്സീനിയൻ അടിമക്ക് റസിയ ഉയർന്ന അധികാരങ്ങൾ നൽകി. ഇതു പലരെയും അസൂയാലുക്കളാക്കി. യാക്കൂത്തിനോട് അസൂയ തോന്നിയ പ്രഭുക്കൾ ഒന്നിക്കുകയും റസിയക്കെതിരെ നീങ്ങുകയും ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹളകൾ നടന്നു. ലാഹോറിലെ ഗവർണർ നടത്തിയ കുഴപ്പങ്ങൾ അടിച്ചമർത്താൻ റസിയക്ക് സാധിച്ചുവെങ്കിലും സർഹിന്ദിലെ ഗവർണറായിരുന്ന ഇഖ്തിയാറുദ്ദീൻ അൽത്തൂനിയുമായി ഉണ്ടായ സംഘട്ടനത്തിൽ റസിയയുടെ സൈന്യം പരാജയപ്പെട്ടു. വിപ്ലവകാരികളായ പ്രഭുക്കളുടെ സഹായത്തോടെ അൽത്തൂനിയ യാക്കൂത്തിനെ വധിക്കുകയും റസിയയെ തടവിലാക്കുകയും ചെയ്തു. നാടകീയമായ ഒരു സംഭവ വികാസമാണ് പിന്നീടുണ്ടായത്. അൽത്തൂനിയ തടവുകാരിയായ റസിയയെ വിവാഹം കഴിക്കുകയും ഡൽഹിയിൽ അധികാരം പുനഃസ്ഥാപിക്കാൻ അവർ ഒന്നിച്ച് യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു. എന്നാൽ 1239 നവംബർ 14 അവർ യുദ്ധത്തിൽ തോൽക്കുകയും രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്തു. റസിയയുടെ ഭരണത്തിന് ശേഷം രാജ്യത്ത് കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. റസിയയ്ക്ക് ശേഷം സഹോദരൻ ബഹ്റാം സ്ഥാനമേറ്റെടുത്തു. വെറും 2 വർഷമാണ് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരുവാൻ കഴിഞ്ഞത്. തുർക്കി പ്രഭുക്കളുടെ ഗൂഢാലോചനയുടെ ഫലമായി ബഹ്റാം കൊല്ലപ്പെട്ടു. പിന്നീട് അധികാരമേറ്റ അലാവുദ്ദീൻ മസൂദ് ഡൽഹിയിലെ പ്രഭുക്കളുടെ കളിപ്പാവയായിരുന്നു. അദ്ദേഹം 4 കൊല്ലം ഭരിച്ചു. ബഹ്റാമിന്റെയും മസൂദിന്റെയും ഭരണകാലത്ത് രാജ്യത്താകെ അസമാധാനവും അന്തഛിദ്രവും നടമാടി. മാത്രമല്ല മംഗോളിയൻ ആക്രമണവും ഈ കാലത്ത് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. 1246 ജൂൺ 10 ഇൽത്തുമിഷിന്റെ ഇളയ പുത്രൻ നാസിറുദ്ദീൻ അധികാരമേറ്റെടുത്തു. ബഹ്റാം, മസൂദ് എന്നിവരെ പോലെ അയോഗ്യനായിരുന്നില്ല നാസിറുദ്ദീൻ. ദയാലുവും പണ്ഡിതനുമായിരുന്ന അദ്ദേഹം ഒരു കലാപ്രേമിയും പണ്ഡിതനുമായി കൂട്ടുകൂടുന്നത് ഇഷ്ടമുള്ളവനുമായിരുന്നു. നാസിറുദ്ദീൻ സുൽത്താൻ നാസിറുദ്ദീൻ കഴിയുന്നത്ര അമിത വ്യയം ഒഴിവാക്കി. പക്ഷേ നാസിറുദ്ദീന്റെ കഴിവ് അപര്യാപ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നേരിടാൻ നാസിറുദ്ദീൻ മന്ത്രിയായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബനായിരുന്നു യഥാർത്ഥത്തിൽ ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത്. ആഭ്യന്തര കലഹങ്ങൾ അടിച്ചമർത്തുന്നതിലും വിദേശാക്രമണങ്ങൾ നേരിടുന്നതിലും ബാൽബൻ നാസിറുദ്ദീനെ സഹായിച്ചു. 1266 നാസിറുദ്ദീൻ മരണത്തിനു ശേഷം ഗിയാസുദ്ദീൻ ബാൽബൻ സുൽത്താനായി അവരോധിക്കപ്പെട്ടു.